വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവ് അഗ്നിയായി, അഭിഷേകമായി, മാടപ്രാവായി, ജീവജലമായി കടന്നു വരട്ടെ. തമ്പുരാനെ, ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവർ ഈ വചനം ശ്രവിക്കുമ്പോൾ, ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം പെയ്തിറങ്ങാൻ ഇടവരട്ടെ. അങ്ങ് ഞങ്ങൾ ഓരോരുത്തരോടും കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, യേശുവിൻ്റെ സ്വരം ശ്രവിക്കാൻ, തിരുവചനം ശ്രവിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ഭാഗമാണല്ലോ വായിച്ചു കേട്ടത്. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. ഇത് സംഭവിക്കുന്നത് യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷമാണ്. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഇവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ ജെറുസലേമിൽ നിന്നും യാത്രയാകുന്നത്. അപ്പോൾ എന്തു സംഭവിച്ചു എന്ന് വചനം കുറിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങൾ. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടു പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം മരിക്കും എന്ന് ഒരിക്കലും ഇവർ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അത് സംഭവിച്ചപ്പോൾ വലിയ ഭയവും നിരാശയും അവരുടെ ഉള്ളിൽ നിറഞ്ഞു. അതാണ് തമ്പുരാനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ മനുഷ്യരായി അവർ മാറിയത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വചനം നമ്മോട് പങ്കുവയ്ക്കുക. ഇതാ, നിരാശയുമായി നടന്നു നീങ്ങുന്ന ആ 2 ശിഷ്യന്മാരുടെ ഒപ്പം ഉദ്ധിതനായ തമ്പുരാൻ വരികയാണ്. അവരുടെ ഒപ്പം യാത്ര ചെയ്ത് അവരെ ശക്തിപ്പെടുത്തുകയും അവർക്ക് വചനം പങ്കുവെച്ച് നൽകുകയും ചെയ്യുകയാണ്. അവസാനം 24-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുക: അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കാൻ കയറി. ഒരു പക്ഷേ അത് യേശുവാണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കൂടി അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ കൂടെ വസിക്കണം. പ്രിയമുള്ളവരെ,
തൊട്ടടുത്ത വചനം ഇതാണ്: അവൻ അവരോട് കൂടെ താമസിക്കാൻ കയറി. ഇതാണ് ഉദ്ധിതനായ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിരാശയിൽ, ഭയപ്പാടിൽ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒക്കെ കഴിയുന്ന തൻ്റെ മക്കളെ തേടി വരുന്ന ഒരു ദൈവം, കൂടെ വസിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഒപ്പം വസിക്കുന്ന ഒരു ദൈവം. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അവർക്ക് വചനം പങ്കുവെച്ചു കൊടുത്ത്, അപ്പം മുറിച്ചു കൊടുത്ത് യേശു ശക്തിപ്പെടുത്തി. അതിനുശേഷം അവിടുന്ന് അപ്രത്യക്ഷനാവുകയാണ്. പക്ഷേ അവർ ഇങ്ങനെ പരസ്പരം ചോദിച്ചു: അവനെ ശ്രവിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഇതാ, ഹൃദയം ജ്വലിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഈ രണ്ട് ശിഷ്യന്മാർക്കും ലഭിക്കുക. ഉടനെ അവർ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ് നമ്മൾ വായിക്കുക. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം: ഇപ്പോഴും ജെറുസലേമിൽ യാതൊരു മാറ്റങ്ങളുമില്ല. യേശുവിനെ വധിച്ചവർ ഇവരുടെ ജീവനെടുക്കാനും കാത്തു നിൽപ്പുണ്ട്. കുരിശ് ഇവരെ കാത്തു നിൽപ്പുണ്ട്. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറച്ച ബോധ്യം ഇപ്പോൾ ഈ രണ്ട് ശിഷ്യന്മാർക്കുമുണ്ട്. കാരണം ജ്വലിക്കുന്ന ഒരു അനുഭവം അവരുടെ ഹൃദയത്തിൽ ലഭ്യമായി. അത് ഉദ്ധിതനായ തമ്പുരാൻ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിക്കുമ്പോൾ ഉദ്ധിതനായ യേശു എവിടെയൊക്കെ കടന്നു ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം മനുഷ്യർക്ക് ഇതുപോലെ ജ്വലിക്കുന്ന അനുഭവങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 36 അധ്യായത്തിൻ്റെ 26 തിരുവചനം ഇപ്രകാരമാണല്ലോ പറയുക: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഹൃദയം നൽകും. ഒരു പക്ഷേ എനിക്ക് തോന്നുക ഉദ്ധിതനായ തമ്പുരാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണിത്. ഒരു പുതിയ ഹൃദയം നൽകും. ഈ ജ്വലിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളമായിട്ട് കൂടി വേണം നാം കാണാൻ. യേശു കടന്നുപോയ വേദനകൾ, തമ്പുരാൻ ഏറ്റെടുത്ത കുരിശ്, അവിടുന്ന് വരിച്ച മരണം, പ്രിയമുള്ളവരെ, അതിൻ്റെ എല്ലാം ഫലം എന്ന് പറയുന്നത് ഒരു വലിയ പെന്തക്കോസ്ത അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അതുകൊണ്ട് ഈ രണ്ട് ശിഷ്യന്മാർക്കും യേശു പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തുന്ന, ജ്വലിക്കുന്ന അനുഭവം നൽകി അവരെ നവീകരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ ഉയിർപ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, സ്നേഹമുള്ളവരെ, ഇപ്രകാരം ഒരു പെന്തക്കോസ്ത അനുഭവത്തിന് കൂടി വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം. കാരണം ദൈവം നമ്മെ തേടി വരും. നമുക്ക് വേണ്ടത് അവിടുന്ന് നൽകും. വീണ്ടും യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 20 അധ്യായത്തിൽ നമ്മൾ ശിഷ്യന്മാരെ കാണുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20 അധ്യായം 19 മുതലുള്ള വചനഭാഗം, അതും നമ്മൾ പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ളതാണ്. ശിഷ്യന്മാർ യേശു ഉയർത്ത വിവരം അറിയാതെ മുറിയിൽ കതകടച്ചിരിക്കുകയാണ്. പുറത്തേക്ക് പോകാൻ ധൈര്യമില്ലാത്ത മനുഷ്യർ, ആരെയും കാണാൻ, ആരോടും സംസാരിക്കാൻ കരുത്തില്ലാത്ത മനുഷ്യർ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുമിച്ചിരിക്കുന്ന അവരുടെ മധ്യത്തിലേക്ക് ഇതാ തമ്പുരാൻ കടന്നു ചെല്ലുന്നു. ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്നു വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഒരുമിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക്, ഭയത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന, ഉദ്ധിതനായ തമ്പുരാൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശിഷ്യന്മാർ യേശുവിനെ അന്വേഷിച്ചു പോവുകയല്ല, മറിച്ച് യേശു അവരായിരിക്കുന്ന ഇടത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മെ അന്വേഷിച്ചു വരും. അതാണല്ലോ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ
4-ാം അധ്യായം 8-ാം തിരുവചനം ഓർമ്മിപ്പിക്കുക. വചനം ഇതാണ്: ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിട്ടാണ് കഴിയുന്നതെങ്കിൽ, എത്ര വലിയ കഷ്ടതയിലും തമ്പുരാനെ മറക്കാത്തവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം സംഭവിക്കും. ദൈവം നമ്മെ തേടി വരും, ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും. ഇതാ, ഇവിടെ വാതിൽ അടഞ്ഞു കിടക്കുന്ന ഒരവസരത്തിൽ പോലും ശിഷ്യന്മാരുടെ അടുക്കലേക്ക് തമ്പുരാൻ ചെല്ലുകയാണ്. എന്നിട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ ശിഷ്യന്മാരാണ് പിന്നീട് പുറത്തേക്കിറങ്ങി മറ്റുള്ളവരോട് ഉറക്കെ പറയുക, ഈ ലോകത്തോട് പറയുക, നിങ്ങൾ ക്രിസ്തുവിനെ ക്രൂശിച്ചു, പക്ഷേ അവൻ ഇതാ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. തങ്ങൾ അനുഭവിച്ച ആ വലിയ സത്യം, തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ആ വലിയ ദൈവികമായ അനുഗ്രഹം മറ്റുള്ളവരോട് യാതൊരു ഭയപ്പാടുമില്ലാതെ പങ്കുവയ്ക്കുന്ന ശിഷ്യന്മാരെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ: അവർക്ക് ഉദ്ധിതനായ തമ്പുരാൻ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിച്ചു. ജോയൽ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായം 28-ാം തിരുവചനം. വചനം ഇതാണ്: എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോൾ എത്രയോ ഇടങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വലിയ വാഗ്ദാനങ്ങൾ നമ്മൾ കാണുക. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെയും നമ്മൾ ഇപ്രകാരം കാണും. 14-ാം അധ്യായം 1-ാം തിരുവചനം: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. തമ്പുരാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. പ്രിയമുള്ളവരെ, ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കാം, കഷ്ടതയിലായിരിക്കാം. പക്ഷേ ഈശോയുടെ ഈ സ്വരം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കട്ടെ. തമ്പുരാൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. കാരണം എന്താണ്? 16-ാമത്തെ തിരുവചനം, യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ നൽകുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനമാണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിറവേറുന്നത്. അവർ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട മനുഷ്യരായി. പ്രിയമുള്ളവരെ, ഉദ്ധിതനായ തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ ഈ ഒരു കൃപ നമുക്ക് ലഭിക്കും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 9-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ പൗലോസ്ലിഹായുടെ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം. പ്രിയമുള്ളവരെ, സാവൂളിൻ്റെ ജീവിതം എപ്രകാരമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ മനുഷ്യന് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ: യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും നശിപ്പിക്കണം. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും ഈ ലോകത്ത് ഉണ്ടാകരുത്. അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വ്യക്തിയാണ് സാവൂൾ. ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, അറിവുള്ള വ്യക്തി, അങ്ങനെ അധികാരമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിന് ഉടമയാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം ആഗ്രഹിച്ചത് ഇതാണ്: യേശുവിൽ വിശ്വസിക്കുന്നവർ ഇല്ലാതാകണം. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 9-ാം അധ്യായത്തിൽ സാവൂളിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: സാവൂളിൻ്റെ മാനസാന്തരം. പ്രിയമുള്ളവരെ, പൗലോസ്ലിഹായുടെ ആദ്യകാലത്തെ ജീവിതത്തെക്കുറിച്ചാണല്ലോ അവിടെ വചനം പറയുക. അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് വ്യക്തതയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും ഈ ലോകത്ത് ഉണ്ടാകരുത് എന്നുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വചനം ഇപ്രകാരമാണ് പറയുക: സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഇതാണ് സംഭവിക്കുന്ന ഒരു കാര്യം.
യേശുവിൽ വിശ്വസിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണല്ലോ അദ്ദേഹം ദമാസ്കസിലേക്ക് യാത്രയാവുക. പക്ഷേ ഇതാ ഒരു മിന്നലൊളി സാവൂളിൻ്റെ മേൽ പതിക്കുകയാണ്. അയാൾ നിലം പതിച്ചു. അതിനുശേഷം ഒരു സ്വരം കേട്ടു. സ്വരം ഇതാണ്: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഈ ഒരു കാര്യം സംഭവിക്കുന്നതും യേശുവിൻ്റെ ഉത്ഥാനശേഷമാണ്. ഉദ്ധിതനായ യേശുവിൻ്റെ പ്രഭയാണ് ഈ സാവൂളിന് മേൽ പതിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? തമ്പുരാൻ കൊടുക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അതോടുകൂടി ആ മനുഷ്യൻ്റെ ജീവിതം പുതിയ ഒരു തലത്തിലേക്ക്, പുതിയ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുവരെ സാവൂൾ എപ്രകാരം ജീവിച്ചോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുക. തുടർന്ന് ആ വചനഭാഗത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും: എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി. സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. സാവൂളിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്കെല്ലാം കാരണം അത് ഉദ്ധിതനായ തമ്പുരാൻ്റെ സാന്നിധ്യമാണ്. ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്ന വഴിയിൽ വന്ന് കാത്തു നിൽക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സാവൂളിനെ പിന്തുടരുന്ന ഒരു തമ്പുരാൻ, അതാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളുടെ എല്ലാം കാരണം. പിന്നീട് അനനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരു സന്ദേശം കൊടുക്കുകയാണ്: സാവൂളിന് സൗഖ്യം നൽകണം, സാവൂളിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനനിയാസ് എന്നു പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ്, അവൻ വിളികേട്ടു. കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജുവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനമുണ്ടായിരിക്കുന്നു. ഉദ്ധിതനായ തമ്പുരാൻ ഈ അനനിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണിത്: സാവൂളിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ തിരികെ പറയുന്ന മറുപടി ഒരു പക്ഷേ നമ്മൾ വായിച്ചിട്ടുണ്ടാകും: എനിക്ക് സാവൂളിനെ അറിയാം, അങ്ങേക്കും അങ്ങിൽ വിശ്വസിക്കുന്നവർക്കുമെതിരായി എത്രയോ വലിയ ഉപദ്രവമാണ് അവൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ അവന് എന്തുകൊണ്ടാണ് സൗഖ്യം നൽകുന്നത്? എന്തിനു വേണ്ടിയാണ് അവനായിട്ട് പ്രാർത്ഥിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈശോ കൊടുക്കുന്ന മറുപടി അത് ഏറെ മനോഹരമാണ്. തമ്പുരാൻ പറഞ്ഞു, അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ നാമത്തെ എല്ലാ വിജാതീയരുടെ അടുക്കലേക്കും എത്തിക്കാനായി ഞാൻ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് ഈ അനനിയാസ് സാവൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമാണ് അദ്ദേഹം പറയുക. 17-ാമത്തെ തിരുവചനം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:17. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനു വേണ്ടിയാണ് ഉദ്ധിതനായ യേശു അനനിയാസിനെ അയച്ചിരിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിനാൽ സാവൂൾ നിറയപ്പെടാൻ വഴിയൊരുക്കാനായാണ്. പ്രിയമുള്ളവരെ, ഉദ്ധിതനായ യേശു ഇവിടെയും ഈ മനുഷ്യനെ തേടിച്ചെല്ലുന്ന ദൈവമാണ്. അങ്ങനെ തേടിച്ചെന്ന് അവനെ തൻ്റെ നാമം മഹത്വപ്പെടുത്താനായി തിരഞ്ഞെടുക്കുന്നു. അവസാനം അവന് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പ്രിയമുള്ളവരെ, ഉയിർപ്പ് തിരുനാളിൻ്റെ ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ വാഗ്ദാനം അതാണ്: ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ തന്നെ 1-ാമത്തെ അധ്യായം 8-ാം തിരുവചനം,
അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 വചനം ഇതാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. തമ്പുരാന് സാക്ഷ്യം നൽകാൻ പറ്റണമെങ്കിൽ, ഉദ്ധിതനായ യേശുവിനെ ഞാൻ അനുഭവിച്ചു എന്ന് പറയാൻ പറ്റണമെങ്കിൽ, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വേണം. നമുക്കൊക്കെ ഒരുപാട് കുറവുകളുണ്ടാകാം, ഒരുപാട് പോരായ്മകളുണ്ടാകാം, വലിയ രോഗങ്ങളുണ്ടാകാം. എന്തുമാകട്ടെ, എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആ ഉദ്ധിതനായ തമ്പുരാൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക. ഉറപ്പായും നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി തമ്പുരാൻ അനുഗ്രഹിക്കും. വചനം പറയുന്ന വാഗ്ദാനം അതാണല്ലോ: ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് ഈ ഉദ്ധാനത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് പെന്തക്കോസ്ത അനുഭവം. യേശു കടന്നുപോയ വേദനകളുടെ, തമ്പുരാൻ കടന്നുപോയ മുറിവുകളുടെ, അവിടുന്ന് വരിച്ച മരണത്തിൻ്റെ ഫലം തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. നമ്മൾ കണ്ടതുപോലെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ ജ്വലിക്കുന്ന അനുഭവം നൽകി. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി. അവർ ശക്തിപ്പെട്ട് തങ്ങളുടെ ദൗത്യത്തിൻ്റെ ഇടത്തിലേക്ക്, ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോൾ, ഉദ്ധിതനായ ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ നമുക്കും പറ്റും. അതുപോലെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ചെന്ന് തമ്പുരാൻ പറഞ്ഞു: പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഒരുപക്ഷെ മുറിയടച്ചിരിക്കുന്ന അനുഭവങ്ങളിലൂടെയാകാം, മറ്റാരെയും അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥകളിലൂടെയാകാം നമ്മൾ കടന്നു പോകുന്നത്. ഉദ്ധിതനായ തമ്പുരാനോട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാ ഇവിടെയും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 9-ാം അധ്യായത്തിൽ ഒരുപക്ഷെ യേശുവിന് എതിരെ ജീവിച്ച ഒരു വ്യക്തിക്ക് പോലും അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകുകയാണ്. അതുകൊണ്ട് ഉദ്ധിതനായ തമ്പുരാനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അങ്ങനെ ചേർന്ന് നിന്നാൽ നാമും നമ്മുടെ കുടുംബവും ഈ വലിയ ദാനം കൊണ്ട് അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അനുഗ്രഹിക്കപ്പെടും. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, നമ്മുടെ മേൽ കൃപ ചൊരിയട്ടെ.